നമസ്കാരം, എൻ്റെ പേര് ഹരി എന്നാണ്. നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കിവിടെ മെയിനായിട്ട് കുറച്ച് വെറൈറ്റി ഓഫ് ഡോഗ്സ് ഉണ്ട്. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് ലാബ്, ഡോബർമാൻ, അതേപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ്, പോമറേനിയൻ, റോട്ട് വീലർ, അമേരിക്കൻ ബുള്ളി, ഇത്തരം ബ്രീഡുകളാണ്. നമ്മൾ മെയിനായിട്ട് ഇവിടെ സ്റ്റഡ് സർവീസാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. നല്ല പെഡിഗ്രിയുള്ള സ്റ്റഡ് ഡോഗ്സിനെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ പപ്പീസിനെ ഇതാക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ബ്രോ, അപ്പോൾ നമുക്ക് ഈ ഒരു കെനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര നാളായി ബ്രോ? നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലായിട്ട് നമുക്ക് ഓൾറെഡി കെന്നൽസ് ഒരു 6-7 വർഷമായിട്ട് കെന്നലുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോഗ്സ് നമ്മുടെ വീട്ടിൽ തന്നെയാണോ? എല്ലാ ഡോഗ്സും നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് സ്റ്റഡിങ് അല്ലാതെ നമുക്ക് വേറെ ബോർഡിംഗ് ഫെസിലിറ്റി എങ്ങനെ? നമുക്ക് ഇവിടെ ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്രൂമിംഗ് ഉണ്ട്. ഓക്കെ, പെറ്റ്സിന്റെ ഒരു എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോഗ്സ് ഡോഗ്സിന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് 3 ഡോഗ്സ് ഇപ്പോൾ നമ്മുടെ ഒരു ഡോർമാൻ ഉണ്ട്, 2 ലാബ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഈ ഒരു ബ്രാൻഡ് പേര് റൈറ്റ് ഫോർ പേഴ്സൺ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആണ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സൺ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനുണ്ട് എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഫുഡിന്റെ ഒരു 100 ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 85 ഗ്രാമും നമുക്ക് ചിക്കന്, ഫിഷ്, എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും. അതായത് നമുക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സൺ ഉള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് 2 വേർഷൻ ഉണ്ട്. അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം, മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും. സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് പ്രീമിയം റേഞ്ച്. പ്രീമിയം റേഞ്ചിന് തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഇതൊരു കോംപ്ലിമെന്ററി മീലാണ്. ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗുമായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പേഴ്സൺ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ്. അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അവരുടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അത് നമുക്ക് ഡോബർമാനെ തന്നെ പരിചയപ്പെടാം. ഓക്കെ ഓക്കെ, ഏത് ടൈപ്പ് വരുന്നത്? ഇവൻ നമുക്ക് ഒരു അമേരിക്കൻ ടൈപ്പ് ഡോബർമാൻ ആണ്. ഓക്കെ, ജത്രോങ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് ഫേമസ് ഡോഗ് ഉണ്ട്. ഓക്കെ, അവന്റെ ഒരു ഗ്രാൻഡ് സൺ ആയിട്ട് വരുവാൻ. ഓക്കെ, ഇവന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെ ഫീച്ചേഴ്സ് എന്താ പറയാനുള്ളത്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സംഭവം ഇവനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയാം യൂറോപ്യൻ ഡോബർമാൻ ആണെന്നാണ് ഫസ്റ്റ് ടൈം പറയാ. ആ ഒരു സൈസ് കാരണം കൊണ്ട്. പക്ഷെ ഇവന്റെ ബ്ലഡ് ലൈൻ എല്ലാം പക്ക അമേരിക്കൻ ആണ്. ജത്രോങ് എന്ന് പറഞ്ഞ ഒരു ഇതെല്ലാം ആൾക്കാർക്ക് അറിയാം. അത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പൊ ഇവന്റെ മദറിനെ അവിടെ കൊണ്ട് ബ്രീഡ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊഡക്ഷൻ ഇവൻ. ഇവനിപ്പോ എത്ര വയസ്സായി ബ്രോ? ഇവനിപ്പോ 4.5 വയസ്സ് കഴിഞ്ഞു. 4.5 വയസ്സായിട്ട് നിങ്ങളുടെ കേരളത്തിൽ എത്ര ആളായി? എന്റെ ഇപ്പൊ ഇവന് കിട്ടിയിട്ട് ഒരു 6 മാസത്തോളമായി. 6 മാസമായിട്ടുള്ള. നേരത്തെ കേരളത്തിലായിരുന്നോ വെളിയിലായിരുന്നു? അല്ല, കേരളത്തിൽ തന്നെയായിരുന്നു. കേരളത്തിൽ നമുക്കൊരു ഡോർമാന്റെ ഒരു മെയിലിനെ അന്വേഷിച്ചപ്പം എടുത്തൊരു സാധനം. അതെ, ഞാൻ ഇവനെ മുന്നേ ഇവനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുവിധം നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിലൊക്കെ ഒരുപാട് ഇവന്റെ പപ്പീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയില് ഇവനെ തന്നെ വേണമെന്ന് ആഗ്രഹം കൊണ്ട് എടുത്തതാണ്. ഒരുപാട് ഉണ്ടായിരുന്നു ഡോബർമാനൊക്കെ, പക്ഷെ ഇവനെ നമുക്ക് അത്രയും ആഗ്രഹം കൊണ്ട് എടുത്തതാണ് ഇവനെ. ഇവന്റെ പപ്പീസ് ഇറങ്ങിയത് കണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് പപ്പീസിന്റെ ഒരു പ്രത്യേകത? പപ്പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് കൊണ്ടുപോകണവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നല്ലൊരു ബ്രീഡിംഗ് ഫീമെയിൽ ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും ഇവന്റെ പപ്പീസിനെ. അതുപോലെ തന്നെ ഷോ പർപ്പസിന് യൂസ് ചെയ്യണമെങ്കിലും ആ രീതിയിലുള്ള പപ്പീസിന് നല്ലോണം ത്രോ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. നമുക്കൊരു ഷോ ക്വാളിറ്റി പപ്പി, അതുപോലെ തന്നെ നമുക്കൊരു നല്ല ഹെവി സൈസ് നോക്കുവാണെങ്കിലും രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പൊ 6 മാസമായി. അപ്പൊ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ 6 മാസമായി. ഞാനിപ്പോ ഒരു 4-5 ബ്രീഡിംഗ് പപ്പീസ് എടുത്തു. ഓൺ ബ്രീഡിംഗ് ആണോ അതോ വെളിയിൽ വന്ന് ചെയ്തു പോയതാണ്. പപ്പീസ് ഒക്കെ എങ്ങനെ വന്നിട്ടുണ്ട്? പപ്പീസ് ഒക്കെ നല്ല എന്താ പറയാ, നല്ല ബോൺ സൈസിലും നല്ല ക്വാളിറ്റിയിലുള്ള പപ്പീസ് തന്നെയാണ് വന്നേക്കണേ. ക്യാരക്ടർ വൈസ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഉണ്ണികൾക്കായാലും കൊണ്ട് നടക്കാം. അത്രയും എല്ലില്ല, അഗ്രഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് മെയിലിൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ ആയാലും നമ്മുടെ കോമൺ ആയിട്ട് ഡോർമാന്റെ ഇവിടെ വരുന്നൊരു പ്രായം വരും. അതെ, നിപ്പിൾസിന്റെ അത് ഒരുവിധം എല്ലാ ഡോർമാൻ കാണുന്നതാണ്. വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ബ്രീഡിന് വന്നിട്ടുണ്ട്? ഇല്ല, പൊതുവെ ഡോബർമാൻ എന്ന് പറയുന്നത് ഒരു അത്ലറ്റിക് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെയിലി അവന് എക്സസൈസ് കൊടുക്കണം. ഡെയിലി നമ്മൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഓടിക്കണം നല്ലോണം. അപ്പൊ തന്നെ അവന്
വേറെ അസുഖങ്ങളും കാര്യങ്ങളും വരില്ല. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് നമ്മൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ കൈമുട്ടിന്റെ എവിടെയും ഈ തൊട ഭാഗത്തൊക്കെ എപ്പോഴും ഇൻഫെക്ഷൻസ് വരുന്നതായിട്ട് കാണാം. കോൺക്രീറ്റ് തറ കിടക്കുമ്പോൾ എന്തെങ്കിലും പറ്റുന്നതാണോ അതോ? അത് നോർമലി ഒന്നാമത്തെ കേസ് ഷോർട്ട് ബ്രീഡ് ആയിട്ടുള്ള ഡോഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ ഈ തറയിലായാലും ഫ്ലോർ മാറ്റിൽ എടുക്കുമ്പോൾ ഇൻഫെക്ഷൻസ് ഇങ്ങനെ വരാറ് കാണുന്നുണ്ട്. കോട്ടൊന്നും അധികമില്ലല്ലോ അതുകൊണ്ട് കോട്ട് അത്രയും ഷോർട്ട് അല്ലേ. ഓക്കെ. ക്യാരക്ടറൈസ് നല്ല ക്യാരക്ടറുള്ള ഡോഗാണ്. നല്ലൊരു ഗാർഡിങ്ങിനൊക്കെ പറ്റിയ ഗാർഡിങ്ങിനൊക്കെ പറ്റിയ ഡോഗാണ് നമ്മുടെ ഡോബർമാൻ. നമ്മുടെ 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 4.5 വയസ്സായിട്ടുണ്ട്. നമ്മൾ ഷോ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ഹെവി ബോൺ സൈസുള്ള പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഡോർമാൻ നമുക്ക് ഡോർമാൻ ഒരാളെ ഉള്ളൂ. നമുക്ക് ഡോബർമാൻ ഇവിടെ നമുക്ക് ഒരാളുള്ളൂ. വേറെ നമുക്ക് ഡോബർമാൻ ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ 2 ലാബ് ഉണ്ട്, അതിനെ ഒന്ന് കാണാം. ഓക്കെ. ഫസ്റ്റ് ഇവന്റെ പേരെന്താ? ഇവനെ നമ്മൾ വിളിക്കുന്ന ഓംബ്രോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ഇവനൊരു പക്ക ഷോ ക്വാളിറ്റി ലാബാണ്. ഓക്കെ. ഹെവി ടൈപ്പ് അല്ല, പക്ക കോമ്പാക്ട് സൈസ് ഷോ ക്വാളിറ്റി ഡോഗാണ്. ഇവനിപ്പോ നല്ല ക്രൈസ്. ബോൾ ക്രൈസ് നല്ലോണം ഉള്ളതാണ് ഇവന്. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും ഷോയ്ക്ക് ഇറക്കിയിട്ടുണ്ടോ ഇവനെ? ഇല്ല, ഇവനെ നമ്മള് അടുത്ത ഷോക്ക് എന്തായാലും ഇറക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കണേ. ഓക്കെ. ഇവനിപ്പോ എത്ര വയസ്സായി? ഇവനിപ്പോ 2.5 വയസ്സായി. 2 വയസ്സ് പ്രായം. ഓക്കെ. ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് അർണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാമ്പ്യൻ ഡോഗ് ഉണ്ട്. അവന്റെ ഗ്രാൻഡ് സണ്ണിന്റെ സണ്ണായിട്ട് വരും. ഓക്കെ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് പ്രൊഡക്ഷൻ വൈസ്? പ്രൊഡക്ഷൻ വൈസ് നമുക്ക് സ്റ്റഡിങ്ങിനായാലൊക്കെ നല്ല പക്കയായിട്ട് നല്ലോണം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് കുട്ടികളാണ് അവന്റെ. നല്ല മസ്കുലർ ടൈപ്പ് ഉള്ള കുട്ടികളാണ്. ചബ്ബി ടൈപ്പ് വരുന്ന കുട്ടികളാണ്. നല്ല ടൈലാണ്. ടൈൽ സെറ്റ് ആയാലും ഇയർ ആയാലും എല്ലാം പക്കയാണ് അവന്റെ. ഹെവി ബോൺ നല്ല ചബ്ബി ആയിട്ടുള്ള പപ്പീസ് ഇവനെ യൂസ് ചെയ്യാം. കളർ ഏതൊക്കെ വരുന്നുണ്ട്? കളർ ഇവനിപ്പോ നമ്മൾക്ക് ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് വീണിട്ടുണ്ട്, ഈ ഫോൺ കളർ വീണിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റ്, പ്യൂർ വൈറ്റ് അല്ല എന്നാലും ഒരു ഫോൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ വീണിട്ടുണ്ട്. ഇവന്റെ യെല്ലോ ടൈപ്പ് കളർ വീണിട്ടുണ്ട്. ഷോ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ചെയ്യണം. ഇപ്പൊ ഓൾറെഡി ഇവന്റെ ട്രെയിനിങ് എല്ലാം പൂർത്തിയായിട്ട് ഇരിക്കുകയാണ്. ഇവന്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയത്തക്ക അവന്റെ ആ ഒരു ബോൺ സൈസും ആ ഒരു ഹെഡ് അതൊക്കെ തന്നെയാണ്. കാരണം കറക്റ്റ് ആണ്. ഇപ്പൊ ഇയർ സെറ്റ് ആയാലും ടൈൽ ആയാലും വേറെ അവന്റെ ബോഡി ആയാലും പക്കയായിട്ടാണ് നിൽക്കണത്. ഇത് പിന്നെ ഇച്ചിരി കോമ്പാക്ട് ആയതുകൊണ്ട് ഇച്ചിരി ബൾക്കായിട്ട് നിൽക്കും. വേറെ അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല. വേറെ നിലവിൽ നമുക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്താ ഈ ലാബിന് ഫീഡ് ചെയ്യുന്നത്? നല്ല ഹെൽത്തി ആയിട്ട് എന്താണ്? അല്ല, നമ്മളിവിടെ മെയിൻലി രാവിലെ റോ ഫീഡ് ഡ്രൈ ഫുഡ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ നമ്മള് ചിക്കനും റൈസും, അത് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചിലപ്പോൾ ബീഫ് ആയിരിക്കും, ചിക്കൻ, അങ്ങനെ മാറിയാണ് കൊടുക്കുന്നത്. ഫുഡ് പാറ്റേൺ ഒക്കെ സെയിം ആണ്. പിന്നെ ചില ഡോഗുകൾക്ക് നമ്മൾ ഇപ്പൊ ചില സമയത്ത് എന്തെങ്കിലും ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറി കൊടുക്കും. രണ്ടാമത്തെ ആള് ഇവനിപ്പോ എത്ര വയസ്സായി? ഇവനിപ്പോ നമുക്ക് 3.5 വയസ്സായി പ്രായം. ഇവൻ ശരിക്കും പറയണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഈ ടൈപ്പിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചാബ് ടൈപ്പിൽ വരുന്ന ബോബിന്റെ ഒക്കെ പോലത്തെ ഒരു ലൈൻസിൽ വരുന്ന ഡോഗാണ്. ഹെഡ് പ്രൊഫൈലും അതുപോലെ തന്നെ റിങ്കിൾസ് നല്ല ബൾക്കി കുട്ടികള് വേണമെന്നുള്ളവർക്ക് ഇവനെ യൂസ് ചെയ്യാൻ പറ്റും. അതെ. ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവന്റെ ക്ലീൻ ഹെഡാണ്. പിന്നെ ഇച്ചിരി റിങ്കിൾസ് ഒക്കെ ഒരു ഫാൻസി ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്. അതെ. പൊതുവെ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യും ഇങ്ങനെ. നമ്മുടെ അടുത്ത് വന്ന് ബ്രീഡിങ്ങിനെ ഫസ്റ്റ് കാണുമ്പോൾ ഇവനെയാണ് അവർ ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക്. ലൈൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ കുറവുള്ള ലൈൻസ് ആണ് ഈ 2 മെയിൽസില്. കുറവുള്ളതെന്ന് പറയുമ്പോ അവന്റെ ലൈൻസ് കുറവാണ്. അധികമായിട്ടില്ല. ഓൾറെഡി അവന്റെ ഗ്രാൻഡ് ഫാദർ ഒന്നും ഇല്ല ഇപ്പൊ നിലവില്. എന്നാലും ഇവനിൽ ഇനി നമുക്ക് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പെറ്റ് ഹോമിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ഡോഗാണ്. ആ ഒരു ഭംഗിയുണ്ടല്ലേ. അത് നമ്മുടെ ഈ ഇവിടെ ഒരു കറുപ്പാതെ എന്തുകൊണ്ടാണ് അത് കണ്ണില് ഇവർക്ക് ഇവന് റിങ്കിൾസ് കൂടുതലുള്ള നല്ല ബൾക്കി ആയിരുന്നു. ഇപ്പൊ ഇത്തിരി ഒന്ന് കുറച്ചതാണ് ശരീരം. അപ്പൊ ഈ വെള്ളം നല്ലോണം വന്നിരുന്നിരുന്ന് അങ്ങനെ കളർ വന്നതാണത്. നമ്മളിപ്പോ നമുക്ക് 2 പേരുള്ള ലാബ്, 2 ടൈപ്പില് 2 പേരുണ്ട്. ഇവൻ ശരിക്കും പറയണെങ്കിൽ പ്യൂർ വൈറ്റ് കളറാണ്. അപ്പൊ ഇപ്പൊ ഒരു കളർ ഒന്ന് ഫേഡ് ആയിരിക്കാണ്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വൈറ്റ് പറയാം. നമുക്ക് അതൊരു യെല്ലോ കളർ. യെല്ലോ കളർ പറയാം. ബ്രോ നമ്മുടെ ഷെപ്പേർഡ് അല്ലേ? ഷെപ്പേർഡ് നമുക്ക് ലോങ് കോട്ട് അല്ലേ? ലോങ് കോട്ട് ഷെപ്പേർഡ് ആണ്. ഇവനെന്ന് പറഞ്ഞാൽ പക്ക കോമ്പാക്ട് ടൈപ്പ് ആണ്. നല്ലൊരു പ്രൊഡ്യൂസിംഗ് ഉള്ള ഡോഗാണ്. പിന്നെ ലോങ് കോട്ടാണ്. ഇപ്പൊ ഇത്തിരി ഷെഡിങ്ങില് കാര്യങ്ങളായിട്ട് നിൽക്കാണ്. എത്ര വയസ്സുണ്ട് ഇവനിപ്പോ 3 വയസ്സ്. 3 വയസ്സുണ്ടല്ലേ? പേപ്പറിലും ലോങ് കോട്ട് തന്നെയാണല്ലോ. അതെ.
നമ്മുടെ പപ്പീസിന്റെ എങ്ങനെ വരുന്നത്, പ്രൊഡക്ഷൻ വരുന്നത് എങ്ങനെ? പപ്പീസ് ഇവനെ പോലെ തന്നെ നല്ല പപ്പീസാണ് വരുന്നത്. നല്ല ഡാർക്ക് ടാൻ കളറും നല്ല ഷേപ്പിലാണ് പപ്പീസ് വരുന്നത് അവന്റെ. ഓക്കെ, ടാൻ കൂടുതലാണോ? ടാൻ കളർ കൂടുതലാണ്, ഡാർക്ക് ഷെയ്ഡ് കൂടുതലായിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് കൂടുതലായിട്ട് താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. കോമ്പാക്ട് ആണ്, കോമ്പാക്ട് ആണ്, പക്ക കോമ്പാക്ട് ടൈപ്പ് ആണ്. ഒരു വലിയൊരു നീട്ടോ ഇല്ല. ഓക്കെ, പക്ഷേ ടെയിലൊക്കെ നല്ല നൈസ്. നല്ല ടൈലായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഷെഡിങ്ങിലാണ് ആള്. ഇപ്പൊ ഷെഡിങ്ങിലാണ്. ഓക്കെ, ആ ഹെയർ കാണിച്ച് നമ്മുടെ തലയുടെ അവിടെ അത്രയും ഭാഗത്ത് ഹെയർ ആണെങ്കിൽ കഴുത്തിന്റെ ആ ഭാഗത്തൊക്കെ അതെല്ലാം പോയതല്ലേ? ഇപ്പൊ കുറച്ച് ഷെഡിങ്ങിൽ പോയതാണ്. ഓക്കെ, പിന്നുള്ള നമ്മുടെ അമേരിക്കൻ പുള്ളി പോക്കറ്റ് ടൈപ്പ് മെയിലാണ്. നമ്മളെ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട് പോക്കറ്റും ഉണ്ട്. അത് നമുക്ക് ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടൊരു മെയില് ആ ലൈൻസിൽ വരുന്ന ഡോഗാണ്. നല്ല പ്രൊഡ്യൂസിംഗ് ഉള്ള ഡോഗാ. മേറ്റിങ്ങിനായാലും അവന് ഭയങ്കര ഈ ബോള് അതുപോലെ തന്നെ ബോട്ടിലുകൾ അതിനൊക്കെ ഭയങ്കര ക്രൈസ് കൂടുതലാ. എന്താ പറയാ, ചിലപ്പോ ചില ഫീമെയിലുകളിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം കുട്ടികൾ വലിപ്പം കൂടി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തിരി ഡെലിവറിക്കൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ ആദ്യം പറയാറുണ്ട്. പിന്നെ ഇവന്റെ പപ്പീസിന് തന്നെ കുഴപ്പമില്ല, നമുക്ക് നല്ല പപ്പീസ് കിട്ടാറുണ്ട്, അടിപൊളി പപ്പീസ് കിട്ടാറുണ്ട്. അവന്റെ പേര് ബ്ലൂ എന്നാണ്. എത്ര വയസ്സായി? അവനിപ്പോ 3 വയസ്സ് കഴിഞ്ഞു. നമുക്ക് ഇത് കൂടാതെ നമുക്കൊരു സ്റ്റാൻഡേർഡ് പുള്ളി ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ബ്രീഡ്സ് ഏതൊക്കെയുള്ള? പിന്നെ നമുക്ക് പോമറേനിയ ഉണ്ട്, മിനിയേച്ചർ ടൈപ്പ് സ്പിറ്റ്സ് ഉണ്ട്, പിന്നെ മിനിയേച്ചർ പിഞ്ചർ ഉണ്ട്, ഡാഷ് ഉണ്ട്, ഒരുവിധം എല്ലാ ഡോഗ്സും ഉണ്ട്. അത്യാവശ്യമുള്ള ബ്രീഡ്സ് എല്ലാം ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ പൊതുവെ എങ്ങനെ നമുക്കിപ്പോ ഡോഗ്സിന് അത്യാവശ്യം ക്രോസിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? നമുക്ക് ഇപ്പൊ പൊതുവെ പണ്ടത്തെക്കാളും ഇപ്പൊ ഇത്തിരി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇപ്പൊ ഡോഗിന്റെ ഫീൽഡ് ഇപ്പൊ ഇത്തിരി മോശമായിട്ട് നിൽക്കല്ലേ. അപ്പൊ അത് കാരണം ഒരുപാട് പേരിപ്പോ നമുക്ക് പണ്ടത്തെ പോലെ ഇല്ല സത്യം പറയുകയാണെങ്കിൽ. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള നമുക്ക് ക്രോസിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പം ഇവിടെ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ഫീമെയിൽസിന് മാത്രമാണോ അതോ? ഇല്ല, നമ്മള് ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ നമുക്ക് പാലക്കാട് ആ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ക്രോസിംഗ് വരാറുണ്ട്. അതുപോലെ തന്നെ എറണാകുളം, അങ്കമാലി സൈഡ്, അങ്ങനെ അപ്പുറത്തുനിന്നൊക്കെ വരാറുണ്ട് നമുക്ക് അത്യാവശ്യം. ഓക്കെ, അപ്പൊ നമുക്ക് പപ്പീസ് ഇപ്പൊ ഒരു പപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചു വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പപ്പീസ് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റഡ് പപ്പീസ് നമുക്ക് എങ്ങനെ പോലും നമുക്ക് ഒരു മാസം നമുക്ക് 4-5 പപ്പീസ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും എല്ലാ മാസം. അതായത് നിങ്ങളിപ്പോ നമ്മുടെ ഇവിടുന്ന് ഡോഗ്സിനെ ക്രോസിംഗിന് വരുന്ന ഫീമെയിൽസിന്റെ അത് മൊത്തം ലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ അല്ല, ചില കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടും, നമുക്കൊന്ന് സെയിലാക്കി തരുമോ എന്ന് ചോദിക്കും. ഓക്കെ, ചില ഒരു സിംഗിൾ ഓണറിനെ അതെ ചിലപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നിട്ട് സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ വിളിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പപ്പിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും അവർക്ക്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡ് പപ്പീസ് സ്റ്റഡ് പപ്പീസ് നമ്മൾ എന്തായാലും നമ്മൾ ഉണ്ടാവും. നമുക്ക് ഈ സ്റ്റഡിങ്ങിന്റെ ടൈംസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പപ്പി കണ്ടീഷൻ ആണോ അതോ ക്യാഷ്? 2 രീതിയിലാണ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ ഡോബർമാനൊക്കെ നമ്മൾ പപ്പി ക്യാഷ് മീറ്റിംഗ് ആണ് നമ്മൾ ചെയ്തു തുറന്നത്. പിന്നെ സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് ഇവന്റെ കുട്ടികളെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പപ്പി ബേസിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ആ രീതിയിലാണ് ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് ആദ്യം ബോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞ് ഗ്രൂമിന്റെ ആയിരുന്നു. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ തന്നെയാണോ അതോ വേറെ സെപ്പറേറ്റ്? നമ്മൾ വീടുകളിൽ പോയിട്ടാണ് ചെയ്തു കൊടുക്കണത്. ശരി. ഇപ്പൊ നമുക്ക് ഗ്രൂമിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോയിട്ട് അവർക്ക് കൊണ്ടുവരാൻ അവരെ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ വീട്ടിലോട്ട് എത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ തന്നെ ചെയ്തു കൊടുക്കും. ബോർഡിങ് നമ്മളിവിടെ തന്നെ ബോർഡിങ് നമ്മളിവിടെ തന്നെ ചെയ്യും. നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നമുക്ക് സ്റ്റഡിങ്ങിന് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് ദൂരം കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ഇപ്പോൾ ലേഡീസ് മാത്രം വളർത്തുന്ന ഡോഗ്സിനൊക്കെ അവർക്ക് വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ അവരെ വീട്ടിലോട്ട് നമ്മളുടെ മെയിൽ ഡോഗ്സിനെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റഡിങ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, അത് ഇവിടെ നമ്മുടെ തൃശ്ശൂർ മാത്രമാണോ അതോ? അല്ല, നമ്മളിപ്പോൾ പുറത്തേക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലൊക്കെയാണ് നമ്മൾ ട്രാവൽ എക്സ്പെൻസ് മേടിക്കാറില്ല. പിന്നെ അതിൽ കൂടുതലാണ് നമ്മൾ എന്തായാലും ട്രാവൽ എക്സ്പെൻസ് വരാൻ എക്സ്ട്രാ മേടിക്കാറുണ്ട്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ എല്ലാ മെയിൽസിനെ ഏത് മെയിൽസിനായാലും നമുക്ക് കൊണ്ടുപോയി ചെയ്തുകൊണ്ടുണ്ട്. അപ്പൊ നിങ്ങളപ്പോൾ ഇത് എത്ര നേരം അത് പ്രൊജസ്ട്രോണും അല്ലാന്നുണ്ടെങ്കിൽ സൈറ്റോളജി ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണോ? അത് ഏറ്റവും നല്ലത് നമ്മളൊരുവിധം എല്ലാ കസ്റ്റമേഴ്സിനോടും അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബ്രീഡിന് കൊണ്ടുവരാനായിട്ട് പറയാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതാകുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം. മെയിൽസിനായാലും ഇപ്പൊ ഫീമെയിൽസിനായാലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അത് അനുഭവം ഉള്ളതാണ്. അപ്പൊ നമ്മളത് കാരണം തുടക്കത്തിൽ ഇപ്പൊ പറയാറുണ്ട് എല്ലാവരുടെ അടുത്തും ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ട് ക്രോസ് ചെയ്ത് കൊടുക്കാൻ നേരത്തെ അപ്പൊ നിങ്ങൾ എത്ര ടൈം 1 ടൈം ആണോ 2 ടൈംസ്? ഇല്ല, മാക്സിമം നമ്മൾ 2 ടൈം എങ്കിലും ചെയ്യും. കാരണം ഇപ്പോൾ EVC പ്രൊജസ്ട്രോൺ ടെസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് രണ്ടോ ഡേറ്റ് എന്തായാലും കിട്ടും. അപ്പൊ അതിൽ നമ്മൾ കറക്റ്റ് ഡേറ്റ് 24 hours ഒരു മീറ്റിംഗ് കഴിഞ്ഞ് 24 hours കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ ചെയ്യും. 1 വെച്ചിട്ട് എന്തായാലും ചെയ്ത് കൊടുക്കും. 2 എങ്കിലും എന്തായാലും ചെയ്യും.
Okay. അപ്പോൾ നമ്മൾ എത്ര അഗ്രഷനുള്ള ഫീമെയിൽ ഡോഗ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇവനെ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഇവനൊരു ഇൻസെമിനേഷൻ ചെയ്തു. ആ ഫീമെയിൽ തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിപ്പോ നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പൊ ലിറ്റർ ഇറങ്ങി എടുക്കുന്നുണ്ട്. അത് ഒറ്റവട്ടം നമ്മൾ ചെയ്തോളൂ, അത് സക്സസ് ആയി. ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ ഇവിടെ ആയാലും നമ്മുടെ മെയിൽ ഡോഗ്സിനെ ഒരു 10ഓളം ബ്രീഡിൽപ്പെട്ട മെയിൽ ഡോഗ്സ് ഉണ്ട്. അതിനെ നമ്മുടെ ഫീമെയിൽ ഓണേഴ്സിന്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ക്രോസ് ചെയ്ത് കൊടുക്കും. അതിനുവേണ്ടി അവർ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇപ്പം ചില ഡോഗ്സിനാണ് ചില ഓണേഴ്സിനെ പപ്പീസിനെ അത് കച്ചവടമാക്കി കൊടുക്കും. ഓക്കെ. പിന്നെ പപ്പീസ് ആയാലും നമുക്ക് എപ്പോഴും ഇവിടെ കാണും. എപ്പോഴും ഉണ്ടാവും. ഷർട്ട് പപ്പീസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഇനി അവർക്ക് ഏതെങ്കിലും ഇപ്പോൾ കിട്ടാത്ത പപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് നമ്മൾ അത്യാവശ്യം നല്ല പപ്പീസ് തന്നെ എടുത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. നമ്മുടെ കെനലിന്റെ പേര് നമ്മുടെ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഗോഡ് ഫാദർ കെനൽ ക്ലബ് എന്നാണ്. പ്രോപ്പർ സ്ഥലം ഒല്ലൂർ, തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. പപ്പീസ് ഒക്കെ ആയാലും നമ്മൾ ഡെലിവറി ഉറപ്പാണ്. ഡെലിവറി ഓൾ കേരള ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റഡിങ്ങിന് വരെ ഡോഗിനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡോഗ് ഫാദർ കെനൽ ക്ലബ്ബിലെ വിശേഷം. ഹരിബ്രോ ആണ് ബ്രോയുടെ കെനലിലെ ഡോഗ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു 10ഓളം ബ്രീഡിൽപ്പെട്ട മെയിൽ ഡോഗ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ബ്രോയുടെ ആണോ നമ്മുടെ കൂട്ടുകാരെ ഒന്നും പരിചയപ്പെടുന്നത്? അതുവരെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ആള് നമ്മുടെ പാർട്ട്ണറാണ്. അപ്പോൾ പുള്ളിക്കാരി പിന്നെ ആളുടെ പേര് ജീസൺ എന്നായിരുന്നു. ഇദ്ദേഹം ഇത് എന്റെ ഫ്രണ്ട് അജിത്ത്. നമുക്കൊരു അനിയന്റെ പോലെയാണ്. എല്ലാ കാര്യങ്ങളിലും ഡോഗ്സിന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. അതെ. അപ്പൊ പുള്ളിക്കാരനൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് ഇരിഞ്ഞാലക്കുട, പെറ്റ്സിന്റെ തന്നെ. അവിടെ ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് നമ്മുടെ ഗ്രൂമിംഗ്. അതെ. ഇരിഞ്ഞാലക്കുട. പേരെന്നാ ഷോപ്പിന്റെ? ഗ്രീൻ ഹാൻഡ്സ് അല്ലേ? ഓക്കെ. ഗ്രൂമിങ് അങ്ങനെയുള്ള പരിപാടി എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ.